പിന്നെ നമ്മളുടെ ലൈഫിൽ നടക്കുന്ന എന്ത് ചീത്ത വന്നാലും എന്ത് നല്ലത് വന്നാലും നമ്മൾ അതിൽ എവിടെയെങ്കിലും ഒരു നന്മ കണ്ടുപിടിക്കും. ആൻഡ് യു വിൽ സ്റ്റാർട്ട് ഫീലിംഗ് ഗുഡ് അബൌട്ട് ഇറ്റ്. ആൻഡ് യു വിൽ, അപ്പം നമ്മളുടെ ടെൻഷൻസും വറീസും ഒക്കെ അപ്പോൾ അതൊക്കെ ഇങ്ങനെ മെൽറ്റ് പോയി നമുക്ക് ഫുൾ ഹാപ്പിനെസ് ആയിരിക്കും. ലൈഫ് അങ്ങ് പീസ്ഫുൾ ആകാൻ തുടങ്ങും. ഭയങ്കര ഹാപ്പിനെസ്, വളരെ കംഫർട്ടബിൾ. എന്ത് വന്നാലും ഓക്കെ അൽഹംദുലില്ലാ, സംതിങ് ഈസ് എയർ, പഠിച്ചതിൻ്റെ പ്ലാൻ വരുന്നുണ്ട്, ലെറ്റ് മീ വെയിറ്റ് ഫോർ അല്ലാഹ്സ് പ്ലാൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ വരും. പിന്നെ നമ്മൾ ചീത്തകളൊന്നും കാണില്ല, എല്ലാം നല്ലതേ കാണുള്ളൂ. എന്ത് വന്നാലും നല്ലതേ അതിൽ കാണുള്ളൂ. നമുക്കുള്ളതിലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, നമുക്കില്ലാത്തതിലേക്ക് നമ്മളുടെ ശ്രദ്ധ പോവില്ല. അപ്പം നിങ്ങൾ അങ്ങനെ ഗ്രേറ്റ്ഫുള്ളായി നമ്മൾ നന്മകൾ മാത്രം കണ്ടു തുടങ്ങുമ്പോൾ നമ്മളുടെ ലൈഫ് ബിക്കം സോ സ്മൂത്ത് ആൻഡ് ഈസി ആൻഡ് കംഫർട്ടബിൾ ആൻഡ് പീസ്ഫുൾ. സോ അങ്ങനെ ആവുമ്പോൾ എന്താ അവിടെ സംഭവിക്കുക? നമ്മൾക്ക് തന്നെയാണ് നല്ലത്. നമ്മൾ ഗ്രേറ്റ്ഫുൾ ആവുന്നതുകൊണ്ട് നമ്മുടെ ലൈഫ് നന്നാവുന്നേ ഉള്ളൂ. ആൻഡ് യുവർ ടെൻഷൻസ് ആർ ഗോയിങ്, യുവർ വറീസ് ആർ ഗോയിങ് ഇല്ലേ. അപ്പോൾ യു ആർ ബിക്കമിങ് എ ബെറ്റർ പേഴ്സൺ, യു ആർ ഗെറ്റിംഗ് എ ബെറ്റർ പീസ്ഫുൾ ലൈഫ്. അപ്പോൾ എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇവിടെ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പഠിച്ചോണ്ട് നന്മകൾ കൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾ താങ്ക്ഫുൾ ആവും. നമ്മൾ താങ്ക്ഫുൾ ആയി കഴിയുമ്പോൾ ഡോണ്ട് തിങ്ക് ദാറ്റ് യു ആർ ഹെൽപ്പിംഗ് സംബഡി എൽസ്, യു ആർ ഹെൽപ്പിംഗ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെയാണ് സഹായിക്കണത്. എന്തിന്? സമാധാനമായിട്ട് ജീവിക്കാൻ, മനസമാധാനത്തോടെ നമ്മളുടെ ടെൻഷൻസ് മാറ്റി നമ്മൾ കംഫർട്ടബിൾ ആകണം ലൈഫിലെ സിറ്റുവേഷൻസിൽ. അപ്പോൾ ഇറ്റ് ഈസ് ഓട്ടോമാറ്റിക്കലി ഹെൽപ്പിംഗ് യു, ഇറ്റ്സ് നോട്ട് ഹെൽപ്പിംഗ് എനിബഡി. You being grateful to Allah's blessings is directly proportional to your peaceful life. Got that? നിങ്ങളുടെ കംപ്ലൈനിങ് നിർത്തുകയാണ്, നിങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള പരാതികൾ നിർത്തുകയാണ്. ഹസ്ബൻഡിനോട് പരാതി പറയുന്നില്ല, കുടുംബത്തോട് പരാതി പറയുന്നില്ല, മക്കളോട് പറയുന്നില്ല, എല്ലാം നിങ്ങൾ കംഫർട്ടബിളാണ്. എല്ലാ സിറ്റുവേഷൻസിലും നിങ്ങൾ കംഫർട്ടബിളാണ്. അപ്പോൾ ദ ഹോൾ ഫാമിലി ചേഞ്ചസ്, ദ ആറ്റിറ്റ്യൂഡ് ചേഞ്ചസ്, യു ലുക്കിംഗ് അറ്റ് തിങ്സ് ചേഞ്ചസ്. That is a beautiful thing. That is, I'm telling you from my experience. Before Islam, everything used to worry me. After I understood Islam properly, എന്നെ ഒന്നും അറിയില്ല. ഇനീഷ്യൽ ടെൻഷനിലാണ്ട് പിന്നെ ഐ ഗിവ് ദാറ്റ് ടു അള്ളാഹ്. പഠിച്ചവനെ ഏൽപ്പിക്കും, പിന്നെ പഠിച്ചവൻ ബാക്കി ഡീൽ ചെയ്തോളും. വൺസ് നമ്മൾ പിടിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം പഠിച്ചവൻ അതിൽ നമ്മളെ സപ്പോർട്ട് തരില്ല. നമ്മൾ തന്നെ എല്ലാം ചെയ്ത് ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്ന വിചാരിച്ചു കഴിഞ്ഞാൽ പഠിച്ചവൻ്റെ സപ്പോർട്ട് ഉണ്ടാവില്ല. പക്ഷെ നമ്മളത് വിട്ടുകൊടുത്തിട്ട് പഠിച്ചവനെ നീ ഏറ്റോട്ടാ, എന്നെക്കൊണ്ട് പറ്റൂല എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് ഏൽപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ പഠിച്ചവൻ വർക്ക് തുടങ്ങും. പക്ഷേ അത് കംപ്ലീറ്റ് ട്രസ്റ്റ് കൊടുത്ത് നമ്മൾ ഏൽപ്പിക്കണം, എന്നാലേ പഠിച്ചവൻ വർക്ക് തുടങ്ങുള്ളൂ. ഐ എം ടോക്കിംഗ് ഫ്രം മൈ എക്സ്പീരിയൻസ്. എൻ്റെ ലൈഫിൽ എല്ലാ സിറ്റുവേഷനും കാണുന്ന ആറ്റിറ്റ്യൂഡും കംപ്ലീറ്റ് മാറി. എന്നുവെച്ചാൽ ടോട്ടൽ ടുവേർഡ്സ് എ ലൈഫ് മൈ ആറ്റിറ്റ്യൂഡ് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഇറ്റ്സ് അമേസിങ്. യു ഹാവ് ടു എക്സ്പീരിയൻസ് ഇറ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. നമ്മുടെ ലൈഫിൽ കംപ്ലീറ്റ് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡായിരിക്കും. എല്ലാത്തിനോടും വളരെ പ്ലസൻറ്റ് ആൻഡ് ഹാപ്പി ആൻഡ് കംഫർട്ടബിൾ ആൻഡ് പീസ്ഫുൾ ആറ്റിറ്റ്യൂഡായിരിക്കും. സോ ബീയിങ് ഗ്രേറ്റ്ഫുൾ ഈസ് ഓട്ടോമാറ്റിക്കലി ഹെൽപ്പിംഗ് യു. ദാറ്റ് ഈസ് വാട്ട് അള്ളാഹ് ഈസ് സേയിങ് ഇൻ ദ നെക്സ്റ്റ് ആ ആയാലും തന്നെ നെക്സ്റ്റ് പാർട്ടിൽ പഠിച്ചവൻ അതാണ് പറയുന്നത്. സുബ്ഹാനല്ലാഹ് പറയുന്നത്. ആൻഡ് ഹൂഎവർ ഈസ് ഗ്രേറ്റ്ഫുൾ, ആരൊക്കെയാണോ ഗ്രേറ്റ്ഫുൾ, ഇറ്റ് ഈസ് ഫോർ ഹിസ് ഓൺ ബെനിഫിറ്റ് എന്നാണ് പറയുന്നത്. അത് സ്വന്തം, ഇറ്റ്സ് ഫോർ യുവർ സെൽഫ് എന്നാണ് പഠിച്ചവൻ ആയുടെ അടുത്ത ഭാഗത്ത് പറയുന്നത്. ഇതൊക്കെ തന്നെയാണ് വലിയ മോട്ടിവേഷണൽ ട്രെയിനേഴ്സ് പറയുന്നത്. ബി പോസിറ്റീവ്, ബി സക്സസ്ഫുൾ ഇൻ യുവർ ലൈഫ്, ബി ഗ്രേറ്റ്ഫുൾ, ടു കൗണ്ട് യുവർ ബ്ലെസ്സിങ്സ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഡയലോഗ്സൊക്കെ നമ്മൾ പല മോട്ടിവേഷണൽ ട്രെയിനേഴ്സൊക്കെ പറയണ കേട്ടിട്ടില്ലേ. ഇതൊക്കെ തന്നെയാണ്. ഇതൊക്കെയാണ് 1400 വർഷം മുമ്പ് യാതൊരു ഇല്ലിറ്ററേറ്റ് ആയിരുന്ന, ഒരു ആൽഫബറ്റ് പോലും അറിയായിരുന്ന പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നത് ത്രൂ അള്ളാഹ്. So from Allah through Prophet sallallahu alaihi wasallam we learn this. That was 1400 years back in Quran. Subhanallah. ഇപ്പോഴാണ് സയൻസും മോഡേൺ കൾച്ചറും എല്ലാം ഈ ഒരു സാധനം എടുത്തിട്ട് കളിക്കണത്. ഇതൊക്കെ നമുക്ക് പണ്ടേ അറിയായിരുന്നു. മനസ്സിലായാ? പിന്നെ ആ ആയയുടെ അവസാനത്തെ ഭാഗത്ത് പറയണ, ആരെങ്കിലും അൺഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ അള്ളാഹ് ഡസൻ ബോദർ, അള്ളാഹ് ഡോണ്ട് കെയർ. ബിക്കോസ് പഠിച്ചോന് നിങ്ങളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്നെ പ്രേസ് ചെയ്യണമെന്നോ നിങ്ങൾ എൻ്റെ അടുത്ത് ഗ്രേറ്റ്ഫുൾ ആവണമെന്നോ എനിക്ക് യാതൊരു താല്പര്യമില്ല. ഇറ്റ്സ് ഫോർ യുവർ ഓൺ ബെനിഫിറ്റ്. ഇഫ് യു ആർ നോട്ട് ഡൂയിങ് ഇറ്റ്, ഇറ്റ്സ് യുവർ പ്രോബ്ലം എന്നാണ് പഠിച്ചോൻ പറയുന്നത് ആ ആയയിൽ. ഓക്കെ, ഗോട്ട് ദാറ്റ്. അപ്പോൾ ആയ നമ്പർ 12 പഠിച്ചോൻ പറയുന്നത്, ലുക്മാന് പഠിച്ചോൻ വിസ്ഡം കൊടുത്തിരിക്കുന്നത്, സോ ദാറ്റ് ഹി ഈസ് ഗ്രേറ്റ്ഫുൾ ടു മീ ആൻഡ് ദെൻ ഹുവർ ഇസ് ഗ്രേറ്റ്ഫുൾ, അത് അവർക്ക് വേണ്ടി തന്നെയാണ്, എനിക്ക് വേണ്ടിയിട്ടല്ല. ഇനി നിങ്ങൾ അൺഗ്രേറ്റ്ഫുൾ ആണെങ്കിൽ അത് നിങ്ങളുടെ പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമല്ല എന്നാണ് പഠിച്ചോൻ ആയയിൽ പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ആയയിൽ എന്നിട്ട് ഇനി ലുക്മാൻ മോനോട് സംസാരിക്കുകയാണ്. ഓക്കെ, ഹീസ് ടോക്കിംഗ് ടു ഹിസ് സൺ. അത് മോനോട് സംസാരിക്കുന്ന രീതി തന്നെ പഠിച്ചോൻ ഇതിൽ ക്ലിയർ ആയിട്ട് പറയേണ്ട. അത് എന്തൊരു ബ്യൂട്ടിഫുൾ ആണ്. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വരെ പഠിച്ചോൻ അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ട്. അറിയോ, ഇതിൽ ലുക്മാൻ മോനെ വിളിക്കുന്നത് യാ ബുനയ്യ എന്നാണ് പറയുന്നത്. യാ ബുനയ്യ എന്ന് പറഞ്ഞാൽ ചക്കരേ,
കുട്ട, മുത്തേ, വാവേ എന്നൊക്കെ നമ്മൾ കൊഞ്ചിച്ച് മക്കളെ വിളിക്കില്ല, അതേപോലെയാണ് വിളിക്കണേ. അപ്പോൾ നമ്മൾ ഇതിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നമ്മളെ കുഞ്ഞുങ്ങളോട് ഒരു കാര്യം അഡ്വൈസ് ചെയ്യുമ്പോൾ എടാ ഇവിടെ വേടാ നിന്നോടൊരു കാര്യം പറയട്ടെ എന്ന് പറയാതെ ചക്കരെ വാവേ കൊഞ്ചിച്ച് അവനോട് വർത്താനമൊക്കെ പറഞ്ഞ് അവൻ്റെ സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവരെ ഒരു റിസപ്റ്റീവ് മൂഡിലേക്ക് ആക്കണം. നമ്മൾ പറയണ കേൾക്കാനുള്ള മാനസികാവസ്ഥയിലേക്ക് ആ കുഞ്ഞിനെ ആക്കിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. കുഞ്ഞിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, നമ്മൾ ഏത് സിറ്റുവേഷൻ നമ്മുടെ ലൈഫിൽ വലിയ ആൾക്കാരെ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമ്മൾ കേൾക്കുന്ന ആൾക്ക് അത് കേട്ട് മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യമാണോ, മനസ്സ് അങ്ങനത്തെ പാകപ്പെടുത്തിയിട്ട് വേണം നമ്മൾ സംസാരിക്കാൻ. അപ്പോൾ അതുകൊണ്ടാണ് പറയണത് വിസ്ഡം ഉപയോഗിക്കാൻ. നമ്മൾ കറക്റ്റ് സമയത്ത് എവിടെയാണെന്ന് നോക്കി സാഹചര്യം നോക്കി പെരുമാറണം എന്ന് പറയുന്നത് അതാണ്. മനസ്സിലായില്ലേ? ഓൾസോ അല്ലാ യൂസസ് ദ വേർബ് യഇദുഹു എന്നും കൂടെ പറയുന്നുണ്ട്. ഈ യഇദു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ലവിങ് ആൻഡ് കെയറിംഗ്ലി ഹീ ഈസ് കോളിംഗ് ദം ദേഷ്യപ്പെട്ട പൊട എന്നല്ല, ചക്കരെ വാവേ വാട കൊഞ്ചിച്ചാണ്, സ്നേഹത്തോട് കൂടിയിട്ടാണ്, ലവിങ് ആൻഡ് കെയറിംഗ് വേ ഓഫ് കോളിംഗ് ദാറ്റ് പേഴ്സൺ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്നിട്ട് ആദ്യം കൊടുക്കുന്നത് എന്താ ഉപദേശം എന്താ അറിയോ? ലാ തുഷ്രിക് ബില്ലാഹി, ഡു നോട്ട് അസോസിയേറ്റ് എനി പാർട്ട്നേഴ്സ് വിത്ത് അള്ളാ. പടച്ചോൻ്റെ അടുത്ത് ഷിർക്ക് കാണിക്കരുത് എന്ന് വെച്ചാൽ വേറെ ഈ ഷിർക്ക് എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഡു നോട്ട് അസോസിയേറ്റ് പാർട്ട്നേഴ്സ് വിത്ത് അള്ളാ എന്ന് പറയുമ്പോൾ ജസ്റ്റ് വേറെ ഒരു ദൈവത്തെ ആരാധിക്കുക എന്നുള്ളത് മാത്രമല്ല, ഷിർക്കിന് വേറെയും 1-2 ഡെഫിനിഷൻസും കൂടി ഉണ്ട്. അപ്പോൾ ആദ്യം ലുക്മാൻ മോൻ്റെ അടുത്ത് പറയുന്നത് പടച്ചോന് വേറെ പാർട്ട്നേഴ്സിനെ അസോസിയേറ്റ് ചെയ്യരുത് എന്ന് ഫസ്റ്റ് തിങ് ആണ് പറയുന്നത്. അത് ഏറ്റവും വലിയൊരു തെറ്റാണ് എന്നാണ് പറയുന്നത്. ബിക്കോസ് നമ്മൾ പടച്ചോൻ്റെ സ്ലേവ്സ് ആണ്, കംപ്ലീറ്റ് സറണ്ടറാണ് നമ്മൾ പടച്ചോന്. വി പ്രേ ടു ഹിം, വി ഒബേ ഹിം, വി ട്രസ്റ്റ് ഹിം. നമുക്ക് ഫുൾ ട്രസ്റ്റ് പടച്ചോന് കൊടുത്തിട്ട് വേണം നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ. ബിക്കോസ് ഹീ ഈസ് എ വൺ ഹൂ ടേക്സ് കെയർ ഓഫ് അവർ അഫെയർസ്. അപ്പോൾ യു ഹാവ് ടു ഗിവ് യുവർ ട്രസ്റ്റ് കംപ്ലീറ്റ്ലി ടു ഹിം ആൻഡ് യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദ ബ്ലെസ്സിങ്സ് ഹി ഹസ് ഗിവൻ ടു യു. ഓക്കെ, ആൻഡ് ഓൾസോ റിമെമ്പർ, നമുക്ക് നമ്മളുടെ ഫ്രണ്ട്സ്, ഫാമിലി ഇങ്ങനെയുള്ളവർ, നമ്മൾക്ക് ഒരുപാട് ട്രസ്റ്റുള്ള ആൾക്കാരുടെ, വിശ്വാസമുള്ള ആൾക്കാരൊക്കെയാണ്. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അവൻ ഒരിക്കലും എന്നെ കൈവിടില്ല, എന്നെ ഏത് സാഹചര്യത്തിലും അവൻ എന്നെ രക്ഷിക്കും എന്നൊക്കെ പറയുന്ന ഫ്രണ്ട്സ് വരെ ചില സിറ്റുവേഷൻസിൽ നമ്മളെ കൈവിട്ട് പോവാം, ഇല്ലേ? എത്ര നമ്മൾ ട്രസ്റ്റ് വർത്തിയായാലും, എത്ര സംഭവമാണെന്ന് പറഞ്ഞ സുഹൃത്ത്, ഏത് റിലേഷൻഷിപ്പും നമ്മൾ ഒരു സെക്കൻഡിൽ ഒരു സാഹചര്യത്തിൽ സംഭവിക്കാം. ഇറ്റ് ഹാസ് ഹാപ്പൻഡ്. നമ്മൾ ചുറ്റും നടക്കുന്ന കാര്യമാണ്, എന്ത് സംഭവിക്കാം. അവരും നമ്മളെ കൈവിടാം. പക്ഷേ പടച്ചോൻ്റെ അടുത്തുള്ള ഒരു കംപ്ലീറ്റ് ട്രസ്റ്റ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഹി വിൽ നെവർ എവർ ലീവ് യു. പടച്ചോൻ എപ്പോഴും ഉണ്ടാവും, എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. യു കാൺട്ട് ഈവൻ തിങ്ക് ഓഫ് ഹിം ലീവിങ് യു ബിക്കോസ് ഹി വിൽ നെവർ ഡു ദാറ്റ്. അതാണ്. അപ്പോൾ ദർ ഇസ് എ ഡിഫറൻസ്. നമ്മളുടെ ദുനിയാ റിലേഷൻഷിപ്പും പടച്ചോനായിട്ടുള്ള റിലേഷൻഷിപ്സും ഇറ്റ്സ് ടോട്ടലി ഡിഫറെൻറ്റ്. യുവർ ഹാർട്ട് ഷുഡ് ബി ഓൾവേസ് ടൈറ്റ് ടു അല്ലാ. പടച്ചോൻ്റെ ചുറ്റുമായിരിക്കും നമ്മളുടെ ലൈഫിൽ രാവിലെ എണീക്കുമ്പോൾ രാത്രി കിടക്കാനുള്ള എല്ലാ ആക്ടിവിറ്റീസും പടച്ചോൻ്റെ ചുറ്റും കിടന്ന് കളിക്കണം. അത്രയേ ഉള്ളൂ. ഈവൻ നിസ്കാരമായാലും, ഇപ്പോൾ പുറത്ത് പോവുകയാണ്, നമ്മളുടെ നിസ്കാരം ഏതെങ്കിലും കളയാവോ എന്നുള്ളത് ഫസ്റ്റ് ചെക്ക് ചെയ്യണം. നിസ്കാരത്തെ ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളുടെ പ്ലാനിങ്സ്, ലൈഫ് ഓരോ ആക്ടിവിറ്റീസ് പ്ലാൻ ചെയ്യാനായിട്ട്. മഗ്‌രിബ് കളയാവും നമ്മൾ പുറത്ത് പോയെങ്കിൽ എന്ന് വിചാരിച്ചാൽ ആ മഗ്‌രിബിന് കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങാൻ നോക്കുക. ഗോട്ട് ദാറ്റ്. അപ്പോൾ എവറിത്തിങ് ഷുഡ് ബി സറൗണ്ടഡ് അറൗണ്ട് അല്ലാ. എല്ലാ ആക്ടിവിറ്റീസും അങ്ങനെ ആയിരിക്കും. നമ്മൾ ആ ലെവലിലേക്ക് വരണം. അപ്പോൾ നമ്മളുടെ ഫാമിലിയോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരെങ്കിലും എടാ നമുക്ക് അവിടെ പോകാം, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ പോകാം, ഇന്ന് അവിടെ പരിപാടി ഉണ്ട്, അപ്പോൾ ഗാനമേളയുണ്ട്, മറ്റേട്ട് പോകാമെന്നൊക്കെ പറഞ്ഞ് ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിച്ചാൽ യു ഷുഡ് ഗീവ് പ്രയോറിറ്റി ടു അല്ലാ, നോട്ട് യുവർ ഫ്രണ്ട് ഓർ ദാറ്റ് ആക്ടിവിറ്റി. ബിക്കോസ് അപ്പോൾ അങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനോ അല്ലെങ്കിൽ ഫാമിലിയുടെ ഇൻഫ്ലുവൻസിൽ നമ്മളൊരു നിസ്കാരം മിസ്സായി പിന്നെ കള നിസ്കരിക്കാം ഇങ്ങനെയൊക്കെ ചിന്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ കോൾ ഷിർക്ക്. അതും നമ്മൾ വേറെ ആൾക്ക് പഠിച്ചവനല്ലാണ്ട് വേറെ ആൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന പോലെയാണ്. സോ ദാറ്റ് ഓൾസോ കംസ് അണ്ടർ ഷിർക്ക്. അണ്ടർസ്റ്റുഡ്? പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലർ നമ്മൾ കണ്ടിട്ടുണ്ട്, ചിലർ ജുമാക്ക് റെഗുലറായിട്ട് പോകും. പക്ക ജുമ ബാങ്ക് കൊടുക്കുമ്പോൾ അവിടെ എത്തും, ജുമ കഴിയുന്നവരെന്ന് എല്ലാ കാര്യം നിസ്കരിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് തിരിച്ചു വരും. പക്ഷേ വേറൊരു നിസ്കാരം നിസ്കരിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാർ നിങ്ങൾ കണ്ടു കാണും. പിന്നെ അതുകൂടാണ്ട് ചിലപ്പോൾ എല്ലാ വർഷവും ഹജ്ജിന് പോകും. പക്ഷെ അവർ ചെയ്യുന്ന ബിസിനസ് എന്താ? കള്ള് കച്ചവടമായിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ ഹറാം ബിസിനസ് ചെയ്യുക, പക്ഷേ ഞാൻ എല്ലാ വർഷവും ഹജ്ജിന് പോകുന്നുണ്ട്, അപ്പോൾ പഠിച്ചവനെ പുറത്തോളും. ഹി നോസ് വാട്ട് ഐ എം ഡൂയിങ്. ഓക്കെ, അത്ര മതി. ചിലരും ജുമ മാത്രം നിസ്കരിച്ചാൽ മതി, ബാക്കി നിസ്കാരമൊക്കെ പഠിച്ചവനും മനസ്സിലാവും ഞാൻ തിരക്കാണ്, അപ്പോൾ അങ്ങനെയാണ്. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പം ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഡിഫൈൻ ചെയ്യുകയാണ് പഠിച്ചവൻ അങ്ങനെയാണ്, പഠിച്ചവൻ ഓക്കെ ആയിരിക്കും. അപ്പം ദേ ആർ ഡിഫൈനിങ് അല്ല. പക്ഷെ നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ല, നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. പഠിച്ചവൻ നമുക്ക് ഡെഫിനിഷൻ തന്നിരിക്കുന്ന ഓരോ കാര്യങ്ങളും അത് പഠിച്ചവനാണ് ഡിഫൈൻ ചെയ്യണം. ഐ ആം ലൈക്ക് ദിസ്, യു ഹാവ് ടു പ്രേ 5 times എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു പ്രേ 5 times a day. ദർ ഇസ് നോ ഒരു നെഗോഷിയേഷനും ഒന്നും അവിടെ ഇല്ല പഠിച്ചവൻ്റെ അടുത്ത്.
ഇപ്പം നമ്മളൊരു സ്ഥാപനത്തിൽ ജോലിയാണെങ്കിൽ എന്താണ് ബോസിൻ്റെ അടുത്ത് നമുക്ക് എന്തെങ്കിലും ബോസ് ഒരു കാര്യം പറഞ്ഞ് നമുക്കത് അത്രയും അങ്ങോട്ട് സ്വീകാര്യം അല്ലെങ്കിൽ നമുക്ക് പറയാം ഓക്കെ സാർ ദിസ് ഇസ് നോട്ട് കൺ വി ഡു ഇറ്റ് ലൈക്ക് ദിസ് എന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം ഇല്ലേ. അവിടെ ഒരു നെഗോഷിയേഷൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഒരു കൊച്ചിൻ്റെ അടുത്ത് നമ്മൾ നീ അത് ചെയ്യാൻ പാടില്ല, അത് ഇന്ന് ചെയ്തിട്ട് അന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ അവൻ പറയുമല്ലോ അച്ഛോ പ്ലീസ് ഇതിങ്ങനെ ചെയ്തോട്ടെ പ്ലീസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ മനസ്സ് മാറി അവിടെ ഒരു നെഗോഷിയേഷൻ ഓപ്ഷൻ ഉണ്ട് ഇല്ലേ. ബട്ട് പടച്ചോൻ്റെ അടുത്ത് വല്ല ഓപ്ഷൻ ഉണ്ടോ? ഇല്ല. പടച്ചോൻ പറയണത് 30 നോമ്പ് റമദാനം പിടിക്കുന്ന വെച്ചാൽ 30 നോമ്പ് പിടിച്ചിരിക്കണം, ഇത് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. നമുക്കവിടെ ഓപ്ഷൻ ഇല്ല, നെഗോഷിയേഷൻ ഇല്ല, ഒരു ചുക്കും ഇല്ല. മനസ്സിലായി. ഐ ഹാവ് എ ഫ്രണ്ട് സുബ്ഹാനല്ലാഹ്, ഷീസ് എൻ അമേസിങ് പേഴ്സൺ, നല്ലൊരു വ്യക്തിയാണ്, നല്ല ക്വാളിറ്റീസ് ഉള്ള ഒരു ലേഡിയാണ്. ഷീസ് വെരി കൈൻഡ് ഹാർട്ടഡ് എല്ലാമാണ്. പക്ഷെ ഒറ്റ പ്രശ്നമുള്ളൂ, നിസ്കരിക്കില്ല. ഭയങ്കര വിഷമം. എനിക്കത് ആലോചിക്കുമ്പോൾ ശരിക്കും ടെൻഷനാണ്. എനിക്കതിനെ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്നറിയില്ല. അപ്പോൾ പുള്ളിക്കാരുടെ ഞാൻ പറയും അല്ല പണിഷ്മെൻറ്റ്സ് ഉണ്ട്, മറ്റേ നന്മകളുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനൊന്നും പറയേണ്ട ആവശ്യമില്ല. ഷീ നോസ് ഓൾ ദിസ്. അപ്പോൾ പുള്ളിക്കാരി എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറയുന്നത് സുബൈദ എൻ്റെ പടച്ചോൻ, ഞാൻ അറിയാവുന്ന പടച്ചോൻ ഈസ് ഓൺലി മേഴ്സിഫുൾ, ഹീ കാൻ പണിഷ്, ഹീ ഈസ് സോ മേഴ്സിഫുൾ, ഹീ വിൽ ഫൊർഗീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഷീ ഈസ് ഡിഫൈനിങ് അല്ലാ. ഗോട്ട് ദാറ്റ്? ഷീ ഈസ് ഡിഫൈനിങ് അല്ലാ ഹെർ വേ. യു കാൻ ഡു ദാറ്റ്. ഹൗ ക്യാൻ ഈ പടച്ചോൻ എപ്പോഴും നമ്മളെ ഫൊർഗീവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കാൻ പറ്റും? അപ്പം നമുക്ക് എന്ത് തെണ്ടിത്തരം കാണിക്കാമെന്നാണോ? അപ്പം നമ്മൾ തെറ്റിലേക്ക് പോയാലും നമ്മളെ ഫൊർഗീവ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാ? വാട്ട് സെൻസ് ഡസ് ദാറ്റ് മേക്ക്? ഇപ്പം നമ്മളുടെ പാരൻസ് നമ്മളോട് വഴക്ക് പറയണത് എന്തിനാ? നമ്മൾക്ക് പാരൻസിനോട് ഭയങ്കര സ്നേഹമാണ്, പക്ഷെ അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഉള്ളിൽ ഒരു ചെറിയ പേടിയില്ലേ? ദാറ്റ് ഈസ് വാട്ട് എക്സാക്ട്ലി യു ഫീൽ ഫോർ അല്ലാ. എന്നുവെച്ചാൽ പടച്ചോൻ വാണ്ട് ഓൾ ഓഫ് us ടു ഗോ ടു ജന്ന. പക്ഷെ നമ്മളുടെ പാരൻസ് നമുക്ക് ഏറ്റവും നല്ലതല്ലേ എപ്പോഴും ചിന്തിക്കുള്ളൂ. ദേ വാണ്ട് യു ടു ബി ദ ബെസ്റ്റ്. അല്ല വാണ്ട് യു ടു ബി ദ ബെസ്റ്റ്. ഹി വാണ്ട്സ് us in ജന്ന. അപ്പം നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ ഹി വിൽ ടെൽ, റൈറ്റ്? ഹീൽ പണിഷ് സോ ദാറ്റ് വി വിൽ സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. ഇറ്റ്സ് ബേസിക് കോമൺ സെൻസ്, റൈറ്റ്? ഇല്ലേ? അപ്പോൾ ഹോപ്പ് ആൻഡ് ഫിയർ ഷുഡ് ബി ദെയർ ഫോർ അല്ലാ. ഫിയർ മാത്രമല്ല, ഹോപ്പും ഫിയറും വേണം, സ്നേഹവും ഉണ്ട്. വി ഹാവ് ഓൾ ദാറ്റ് ടുവേർഡ്സ് അല്ലാ. ഇറ്റ്സ് എ സെയിം ലൈക്ക് ഹൗ യുവർ പാരൻസ് ആൻഡ് യുവർ ചിൽഡ്രൻ. ആ ഒരു ഫീലിംഗ് എങ്ങനെയാണ് മക്കൾക്ക്, എങ്ങനെയാണ് പാരൻസിൻ്റെ അടുത്തുള്ള ഫീലിംഗ്, അത് തന്നെയാണ് നമുക്ക് പടച്ചോൻ്റെ അടുത്തുള്ളൊരു ഫീലിംഗ്. പേടിയും അതേപോലെ സ്നേഹവും റെസ്പെക്റ്റും. എന്നാൽ തെറ്റ് കാണിച്ചാൽ നമുക്ക് ടെൻഷനും ഉണ്ടാവും, എല്ലാം ഉണ്ട്. സോ ദാറ്റ്സ് എ വെരി സിമ്പിൾ ലോജിക്. പക്ഷേ ഐ ഡോണ്ട് നോ, ഷീ ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്. ആൻഡ് ഐ ഡോണ്ട് ബ്ലെയിം ഹർ കേട്ടോ. ഐ ടോട്ടലി ഡോണ്ട് ബ്ലെയിം ഹർ. ബിക്കോസ് പുള്ളിക്കാരുടെ വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങൾ അങ്ങനെയാണ്. അതിനുള്ള കാര്യങ്ങൾ പുള്ളിക്കാരിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഐ എം ഓൾവേസ് വൺസ് ഇൻ എ വൈൽ ഐ കീപ് മേക്കിംഗ് ദുആ. ഓർക്കുമ്പോഴൊക്കെ ഞാൻ ദുആ ചെയ്യാറുണ്ട് ഫോർ ഹർ ടു സ്റ്റാർട്ട് പ്രേയിങ്. ഒന്ന് നിസ്കാരം മാത്രം ചെയ്ത് കിട്ടിയാൽ മതി, പിന്നെ ട്രാക്കിലേക്ക് കയറ്റാൻ പറ്റും. പക്ഷെ അങ്ങോട്ട് കടക്കണില്ല. ഐ റിയലി വാണ്ട് ഹർ ടു സ്റ്റാർട്ട് ഹർ പ്രേയിങ്. സുബ്ഹാനല്ലാഹ്. നിങ്ങളും ഇടയ്ക്ക് ഓർക്കുകയാണെങ്കിൽ ഒന്ന് ദുആ ചെയ്യണേ. അപ്പോൾ ടോപ്പിക്ക് ഇടയ്ക്കിടയ്ക്ക് വേറെ വഴിക്ക് പോകണു. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഷിർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസോസിയേറ്റിംഗ് പാർട്ട്നേഴ്സ് വിത്ത് അല്ലാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു ദൈവത്തെ പടച്ചോൻ്റെ കൂടെ ആരാധിക്കുക അല്ലെങ്കിൽ പടച്ചോൻ്റെ പകരം ആരാധിക്കുക എന്നുള്ളത് മാത്രമല്ല. ഇറ്റ് ക്യാൻ ബി ലൈക്ക് യുവർ പാരൻസ് ഓർ യുവർ ഫാമിലി ഡിസ്ട്രാക്റ്റിംഗ് യു ഫ്രം അല്ലാ. ദാറ്റ് ഈസ് ഓൾസോ ഷിർക്ക്. ഓർ യു ഡിഫൈൻ യുവർ സെൽഫ് അല്ല ഇങ്ങനെയാണെന്ന് നിങ്ങൾ ഡെഫിനേഷൻ കൊടുക്കുക. പടച്ചോൻ പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ മതി എന്ന് നിങ്ങൾ തന്നെ അങ്ങോട്ട് സ്വയം ഡിഫൈൻ ചെയ്യുക. അതും ഷിർക്ക് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പല ഷിർക്കുകളുണ്ട്. സോ യു ഷുഡ് സ്റ്റേ അവേ ഫ്രം ഓൾ ദാറ്റ് എന്നാണ് ലുക്മാൻ മോനോട് പറഞ്ഞു കൊടുക്കുന്നത്. ഓക്കെ. ഇനി ആയ നമ്പർ 14 പടച്ചോൻ പറയുന്നത് പാരൻസിൻ്റെ പടച്ചോൻ്റെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി പടച്ചോൻ പറയുന്നത്, ഞാൻ നിങ്ങൾക്ക് പാരൻസിനെ തന്നിരിക്കുന്നു. എന്തിന്? യുവർ മദർ ക്യാരീഡ് യു വഹ്നൻ അലൽ വഹ്നിൻ എന്ന് പറയുന്നത് വെച്ചാൽ വീക്ക്നെസ് അപ്പോൺ വീക്ക്നെസ് എന്ന് വെച്ചാൽ നമ്മളെ ഫിസിക്കലി പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അറിയാം നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ട്. അൽഹംദുലില്ലാ എനിക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ അവരുടെ പലർക്കും പല പ്രോബ്ലം, വീക്ക്നെസ്സും ടയേർഡ്നെസ്സും എല്ലാം ഉണ്ടാവാറുണ്ടല്ലോ. അപ്പോൾ അത് എടുത്തെടുത്ത് പറയാണ് പഠിച്ചത്. നിങ്ങളുടെ പാരൻസ്, നിങ്ങളുടെ മദർ, പാരൻസിനെ കുറിച്ചാണ് പറയുന്നത്. അതിൽ മദറിനെ കുറിച്ച് എക്സ്ട്രാ എടുത്ത് പറയുന്നു. നിങ്ങളുടെ മദർ നിങ്ങളെ ക്യാരി ചെയ്തു, ടയേർഡായിട്ട് വീക്കായിട്ടും എല്ലാം നിങ്ങളെ ചെയ്തു. ആൻഡ് വീനിങ് ചെയ്തു എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 2 വർഷം നിങ്ങൾക്ക് മുലപ്പാൽ തന്നു. ഓക്കെ. എല്ലാം പഠിച്ചാൽ എടുത്തെടുത്ത് പറയുന്നത് ബി ഗ്രേറ്റ്ഫുൾ ടു മീ ആൻഡ് ടു യുവർ പാരൻസ് ബിക്കോസ് ടുവേർഡ്സ് മീ ഈസ് യുവർ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പഠിച്ചാൽ പറയണായാൽ. സുബ്ഹാനല്ലാഹ്. നിങ്ങൾക്ക് നിൻ്റെ ഉമ്മനെ തന്നു, ഉമ്മ നിങ്ങളെ ക്യാരി ചെയ്തു. വീക്ക്നെസ് അപ്പോൺ വീക്ക്നെസ്. ഷീ വാസ് ഹാവിങ് ഓൾ സോർട്സ് ഓഫ് ട്രബിൾ. ആൻഡ് ഓൾസോ 2